യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് നിന്ന് യേശു പറയുന്നതാണ്, എനിക്ക് ഭൂമിയിൽ മനുഷ്യന്റെ സാക്ഷ്യം ആവശ്യമില്ല. ഭൂമിയിൽ മനുഷ്യന്റെ സാക്ഷ്യം ആവശ്യമില്ല, എന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരുവനുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി നന്നായി വായിക്കണം. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച വേദഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാന്റെ കൃത്യമായ വെളിപ്പെടുത്തലുകളായിരുന്നു. ഹല്ലേലൂയ. അതിലുപരി ഞാൻ പറയാതെ ഹല്ലേലൂയ അവസാനം കൂട്ടിയോജിപ്പിച്ച വാക്കുകളായിരുന്നു യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ പിതാവായ ദൈവത്തെക്കുറിച്ചും അതിനകത്ത് കിടക്കുന്ന മിസ്റ്ററികളെക്കുറിച്ചും യേശുവിനെ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുമുള്ള ആഴമുള്ള ദൈവശബ്ദങ്ങളെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആരെങ്കിലും അകത്തൊരു ചെറിയ കത്തലുണ്ടായാൽ നിങ്ങൾ ആൾ മാറിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പം അതിനോട് ചേർന്ന് ഒരു പദമാണ് നിങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തുടർമാനത എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അടുത്തൊരു പദത്തെ കൊണ്ടുവരുന്നത്. ഞാനിത് കഴിഞ്ഞ വെള്ളിയാഴ്ച ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 35ഉം 36ഉം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 35 and 36. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഈ വാക്ക് ഞാൻ ഈ വാക്ക് ഒരുപാട് കഴിഞ്ഞ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമെന്ന് പറഞ്ഞ ശേഷം ഒരു 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 കണ്ടിന്യൂവേഷൻ പോലെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അത് വ്യത്യസ്ത രീതികളിൽ ഞാൻ തന്നെ അത് ആത്മാവെന്നെ പരിചയപ്പെടുത്തി. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അതേ പോർഷനിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. പ്രധാനമായും 36-ാമത്തെ വാക്യം, ആ വാക്ക് നിങ്ങൾ മറക്കരുത്. 36-ാമത്തെ വാക്ക്, പുത്രനിൽ വിശ്വസിക്കുന്നവന് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പം ഈ 2 പദങ്ങൾക്കകത്ത് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പലതുണ്ട്. അറിയുക എന്നൊരു പദം മുന്നോട്ട് വെക്കുന്നുണ്ട്. മലയാളത്തിൽ പലപ്പോഴും കിട്ടത്തില്ല, എങ്കിലും അറിയുക എന്നൊരു പദം ഞാൻ വെക്കുന്നു. നിത്യജീവൻ എന്നൊരു പദം അതിനകത്ത് കിടപ്പുണ്ട്. അനുസരണം എന്ന പദം കിടപ്പുണ്ട്. പുത്രനിൽ വിശ്വസിക്കുക, ഈ വിശ്വസിക്കുക എന്ന വാക്കാലാണ് അറിയുക എന്ന പദം കിടക്കുന്നത്. അറിയുക എന്ന പദം. അപ്പം ഇത് ഈ വാക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. യേശുക്രിസ്തുവിനെ വിട്ട് തൻ്റെ ശിഷ്യന്മാർ കൂട്ടത്തിൽ നിന്ന് പിരിയാഞ്ഞപ്പോൾ അവരുടെ കൂടെ പൊക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ യേശുവിനോട് അവർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ അങ്ങേ വിട്ട്. കാരണം എന്താണ്? നിത്യജീവന്റെ മൊഴികൾ ഉണ്ട്. എല്ലാവരും ഇവിടെ ഇല്ല. നിത്യജീവമൊഴികൾ നീലുണ്ടു പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, അങ്ങേ വിട്ടിട്ടാടി ഞങ്ങളെങ്ങ് പോയി വസിക്കും, അങ്ങേ വിട്ടിട്ടാടി ഞങ്ങളെങ്ങ് പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. നിത്യജീവന്റെ മൊഴികൾ യേശുവിൻ്റെ അകത്ത് നിന്ന് മൊഴിഞ്ഞ് ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പകരപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് യേശുവിനെ വിട്ട് പിരിയാൻ അവർക്കൊരാഗ്രഹമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ വിശ്വാസികളെ ഉരുവാക്കുവാൻ യേശു കൽപ്പിച്ചിട്ടില്ല. ആശയപ്പശ ഉണ്ടാകരുത്. വിശ്വാസിയെ
അപ്പൊ നിങ്ങൾ ഒരു സാധാരണ വിശ്വാസിയായിരുന്നത് അല്ലെ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്താക്കണം? അപ്പം വിശ്വാസികളായിട്ടല്ല, ശിഷ്യത്വമാണ് വേണ്ടത്. എന്താണ്? അപ്പം എല്ലാ വ്യക്തികളും, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിക്കേ, ഈ ഒന്ന് നോക്കിയിട്ട് പറ, സാധാരണ ഒരു വിശ്വാസിയായിട്ട് നിന്നെ ദൈവം കണ്ടിട്ടില്ല. നിന്നെ ഒരു ശിഷ്യനാക്കിയാണ് കണ്ടത്. ഈ ശിഷ്യൻ എന്ന പദവിയിൽ നിന്ന്, ശിഷ്യൻ എന്ന പൊസിഷനിൽ നിന്ന് പുത്രൻ എന്ന പദവിയിലേക്ക് ഒരു വളർച്ചയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ശിഷ്യനാകാതെ പുത്രനാകത്തില്ല. ആമേൻ. യഥാർത്ഥ ശിഷ്യൻ പുത്രനെ പോലെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. യഥാർത്ഥ ശിഷ്യന്മാർ പുത്രന്റെ പദവിയിലേക്ക്, അഥവാ ശിഷ്യന്മാർ വീട്ടിൽ ജനിക്കുന്ന മക്കളെക്കാൾ ശിഷ്യത്വം പ്രാപിച്ചവർക്ക് കൂടുതൽ പ്രാധാന്യത ലഭിക്കുന്നത് ആ പൊസിഷന്റെ കൈമാറ്റം സംഭവിക്കുമ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് സാധാരണ ഒരു വിശ്വാസിയായിരിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന, പാസ്റ്റർ പ്രസംഗിക്ക് മാത്രം വചനം തുറക്കുന്ന ആ ആളായി നീ ഒതുങ്ങരുത്. അത് നിന്നെക്കുറിച്ചുള്ള സാത്താന്റെ പ്ലാനാണ്. ആ പ്ലാനിനൊത്തവണ്ണം പ്രാർത്ഥിച്ച് കയറരുത്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറണം. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേറെ വല്ല പണിയും പോയി നോക്കിക്കോ. പ്രാർത്ഥിക്കാനും വായിക്കാനും വചനം വായിക്കാനും സമയമില്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടിയിട്ട് കാര്യമില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അഥവാ നിനക്ക് എനിക്ക് ഈ അടുത്ത ദിവസം ഒരു സ്പിരിച്വൽ മകളെ കിട്ടി. ഇപ്പം ഭയങ്കര പ്രശ്നമാണ്, അകം മൊത്തവും ഭയങ്കര പ്രശ്നമാണ്. ഒറ്റ പ്രാർത്ഥനയിൽ എനിക്ക് മനസ്സിലായി, പക്ക അനാഥയവള്. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, പക്ഷെ അവൾ അനാഥയാണ്. ഞാൻ ഇന്ന് ഈ വേടിലൂടെ നേരെ ഡയറക്റ്റ് കയറുകയാണ്. ഹല്ലേലൂയ. വചനത്തിനകത്ത് നല്ലൊരു പ്രോമിസ് വാക്കുണ്ട്. ഞാനത് നല്ല ഉത്സാഹത്തോടെ നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനാഥനായി ഒരു നാളും വിടുകയില്ല. ഹല്ലേലൂയ. ഈ വാക്ക് എന്റെ അകത്തേക്ക് വിട്ടത് ഒരു പാട്ടാണ്. ഹല്ലേലൂയ. തുക്കിയെറിയപ്പെട്ട എന്നെ വേണ്ടുമെന്ന് ചൊല്ലി, എനിക്ക് അറിയത്തില്ല, പാടിക്കേ രാഹി. ആമേൻ. തുക്കിയെറിയപ്പെട്ട എന്നെ വേണ്ടുമെന്ന് ചൊല്ലി ചേത്ത്, മലയാളത്തിൽ ഞാൻ പറയാം, ചേർത്ത് നിർത്തിയ നല്ല നേസറൈ. ഉന്നഴകാന കൺകൾ എന്നെ കണ്ടതാലേ. ഇങ്ങോട്ട് വന്നപ്പോ മുതലും പാട്ട് ഞാൻ ഇത് തന്നെ പാടിയോ, പക്ഷെ ഇപ്പൊ വരുന്നില്ല. അമ്മേ, നിന്റെ അഴകാന കൺകൾ എന്നെ, അമ്മേ, ഞാൻ അനാഥനായിരുന്നപ്പോൾ നിന്റെ അഴകാർന്ന കണ്ണെന്നെ കണ്ടതാണ്. മനുഷ്യൻ എന്നെ തൂക്കി എറിഞ്ഞതാണ്, പക്ഷെ അവൻ എന്നെ കണ്ടു. എന്ന് പകല് ഞാൻ പറയും, ഞാൻ ഇന്ന് ആ വാക്ക് പറഞ്ഞു തുടങ്ങുകയാണ്. നീ അനാഥനല്ല. ഈ വാക്ക് ചില ഹൃദയത്തിനകത്തേക്ക് ആഴമായിട്ടിറങ്ങും. ഹല്ലേലൂയ. അപ്പനുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും, ഹല്ലേലൂയ, ആരൊക്കെ ഉണ്ടെങ്കിലും യേശു ഇല്ല എങ്കിൽ നീ അനാഥനാണ്. നിനക്കാരെല്ലാം ഇല്ലെങ്കിലും യേശു ഉണ്ടെങ്കിൽ നീ അനാഥനല്ല. ആമേൻ. നിനക്ക് സർവ്വതും വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു ഡെലിവറൻസ് നിന്റെ മേൽ ഇന്ന് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വാസത്തെ പ്രഖ്യാപിക്കുക. ഈ അനാഥത്വം പൊട്ടിയാലുണ്ടല്ലോ ലൈഫിനകത്ത് സൗന്ദര്യം കൂടും. ആമേൻ. പറഞ്ഞാട്ടെ, അനാഥത്വം മാറിയാൽ ബ്യൂട്ടി ഉണ്ടാകും. ആമേൻ. യു ബിക്കം എ ബ്യൂട്ടി. നീ ഏറ്റവും ഹാൻസം ഉള്ള ആളായി തീരും. നീ ഏറ്റവും ബ്യൂട്ടി ആയി തീരും. പലരും എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. ഹല്ലേലൂയ. അനാഥത്വത്തിന്റെ ആത്മാവിനെ പൊട്ടിക്കാൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ്, പുത്രത്വത്തിന് ആത്മാവിൽ നിങ്ങളുടെ അകത്തിറങ്ങി നിൽപ്പുണ്ട്.
പൗലോസ് അടിയുറച്ചു പ്രഖ്യാപിക്കുന്ന ഒരു പദമുണ്ട്, പിന്നെയും നിങ്ങൾ അടിമപ്പെടേണ്ടതിന്. എന്താണ് ആ പിന്നെയും എന്ന വാക്കിന്റെ അർത്ഥം? ഒരിക്കലായി വിശ്വസിച്ചു പരിശുദ്ധ ആത്മാവിനെ ഉള്ളം കൊണ്ട് സ്വീകരിച്ച നീ ഹൃദയത്തിൽ തിരിച്ച് ചിന്തിക്കരുത്, പിന്നെയും നീ അടിമയാണെന്ന്. നീ പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അമ്മ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ അനാഥനല്ല, അനാഥനല്ല. നീ അനാഥനെന്ന് നീ കരുതിടുമ്പോൾ, ഏകനെന്ന് കരുതിടുമ്പോൾ, ആരോരുമില്ലാതലയുമ്പോൾ തിരിച്ചറിയുക, നിനക്ക് വേണ്ടി തേടിയിറങ്ങിയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സോ ഈ വാക്ക് നിങ്ങളുടെ അകത്തേക്ക് കയറണം. ഇനി പറയുന്ന മൊത്തം വെളിപ്പാടുകളാണ്, ശ്രദ്ധിച്ചോണം. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ തനിക്ക് ഭൂമിയിലെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ലായിരുന്നു. Am I right? ഭൂമിയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലും ഈ വന്ന റൈറ്റ് ടൈമിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, അവൻ യേശു ക്രിസ്തു ജനിച്ചത് എവിടെയാണ്? അതിന് പറഞ്ഞേ, എവിടെ രാഹി? ഇപ്പൊ കാണുന്ന ക്രിസ്മസിൽ കാണുന്നത് ക്രിസ്മസ് കരോളിനകത്ത് കൊണ്ടുവെക്കുന്ന പുൽത്തൊഴുത്ത് പോലത്തെ പുൽത്തൊഴുത്തല്ല. കാലികൾ മേഞ്ഞുകൊണ്ടിരുന്ന പുൽത്തൊഴുത്തിനകത്താണ്, അല്ലെങ്കിൽ അകത്താണ് യേശു അവിടെ ജനിച്ചത്. സോ ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചിന്ത എന്നാന്ന് പറഞ്ഞത്, യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശുവിനൊന്നുമില്ലായിരുന്നു. എന്താണ്? ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും എന്ന് പ്രസംഗിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ജനിക്കേണ്ട ആളായിരുന്നു ആര്? പക്ഷെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമി കൊടുത്ത, ഇപ്പം എൻ്റെ തന്നെന്ന് വിചാരിച്ചു. റിങ്കു എൻ്റെ കുറച്ച്, റിങ്കു ഗൾഫിൽ ജോലിക്കാരനാണ്, വേണ്ട അമേരിക്കയിലെ ജോലി ഏറ്റവും കൂട്ടി പിടിക്കാം, അമേരിക്കയിലെ ജോലിക്കാരനാണ്. എൻ്റെ കയ്യിൽ ഒരു 10-40 കോടി രൂപ തന്നു, ഞാനതെല്ലാം നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. റിങ്കു ഇതെല്ലാം അറിയാതെ വന്നിട്ട് വരാൻ നേരത്ത് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങുന്നത് പോലെയാണ് യേശു വന്നത്. സകലതും തൻ്റെ മകനായ ആദമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആദാം സകലത്തെ നശിപ്പിച്ചു. അവൻ വന്നപ്പോൾ അവന് സ്വന്തമായ ഒന്നും ഈ ഭൂമിയിലില്ലായിരുന്നു. ആമേൻ. പക്ഷെ തിരികെ പോയത് അങ്ങനല്ല. അതുകൊണ്ട് വന്ന പടിയിൽ ആരും അവനെ സ്വീകരിക്കണ്ട, പോയ പടിയിൽ എങ്ങനെയാണോ അതുപോലെ സ്വീകരിച്ചാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇതിനകത്തൊരു സമ്പന്നതയുടെ ദൂത് കിടപ്പുണ്ട്, ഇതൊരു നന്മയുടെ ദൂത് കിടപ്പുണ്ട്. എനിക്കറിയത്തില്ല, കൊണ്ട് വിമർശിക്കും, കുഴപ്പമില്ല, ഞാൻ അതിന് റെഡിയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് വിമർശനം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെയൊക്കെ ഞാനിങ്ങനെ പക്വതയാക്കി വെച്ചിരിക്കുക. ആരെന്നാ പറഞ്ഞാലും മിണ്ടാതിരിക്കാനുള്ള മനസ്സ് ഇപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. നേരത്തെ കൂടുതലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇച്ചിരി പക്വത വന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം, ചിന്ത. ഞാൻ പറയുന്നു, വചനം നിങ്ങളോട് പറയുന്നു, ആദ്യം പറഞ്ഞ വാക്ക് അനാഥനാക്കത്തില്ലെന്നാണ്. പക്ഷെ ഏകനായി അനാഥനെ പോലെ വന്നവൻ തിരികെ പോയത് അനാഥനെ പോലെ അല്ല. അവനവന്റെ സമ്പത്തിനെ പിടിച്ചുകൊണ്ടാ പോയെ, അവനവന്റെ സമ്പത്തിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടാ പോയത്. ഹല്ലേലൂയ. ആദാം നഷ്ടമാക്കിയത് എന്തൊന്നോ അതിനെ തിരിച്ചു പിടിച്ചിട്ടാ പോയെ. അതുകൊണ്ടാണ് കയറിപ്പോകുമ്പോൾ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. ഇത് പ്രോസസ്സിംഗ് ആണ്. ഈ പ്രോസസ്സിങ്ങിനകത്തെ വെളിപ്പാട് കർത്താവിന്റെ കയ്യിലാണ് എല്ലാം, കർത്താവിന്റെ കയ്യിലാണ് എല്ലാം. ഇപ്പോഴും ചിലർ പറയും ഇല്ല, ദുഷ്ടന്റെ അധീനതയിലാണ്. ദുഷ്ടന്റെ നോ 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 നോ, അത് പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ യേശു എപ്പോ വന്നോ, എപ്പോ ക്രൂശിക്കപ്പെട്ടോ, എപ്പോ ഉയർത്തെഴുന്നേറ്റോ, അപ്പോൾ അതിനെ തിരികെ പിടിച്ചു. 35-ാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ സകലതും അവന്റെ കയ്യിൽ. തൊട്ടുപോകാനേ എനിക്ക് പറ്റത്തുള്ള വാക്ക്, സകലതും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, സകലതും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പറയണം, ഇത് നിങ്ങൾ ഏറ്റു പറയണം, എൻ്റെ വീടിനെ യേശുവിന്റെ കൈ കൊടുത്തിരിക്കുന്നു,
എൻ്റെ മക്കളെ യേശുവിൻ്റെ കൈ കൊടുത്തിരിക്കുന്നു, എൻ്റെ ലൈഫിനെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇത് ഞാൻ പറയാൻ നോക്കിയിരിക്കരുത്, എനിക്ക് വേറെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. മുണ്ടക്കയത്തെ യേശുവിൻ്റെ കൈ കൊടുത്തിരിക്കുന്നു. ഇതൊരു ദുഷ്ടന്റെ അധീനതയിലുമല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ, ഇങ്ങനെ പറയാൻ ഒരു തലമുറയുണ്ടെങ്കിൽ അവന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സാധ്യതയില്ലാത്തടത്ത് സാധ്യതകളെ ഉരുവാക്കുന്നവനാണ് വചനം. ആമേൻ പറഞ്ഞാട്ടെ. സാധ്യതകളില്ലാത്തടത്ത്, ഒന്ന് ഏറ്റെടുത്ത് പറ, സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകളെ തുറക്കുന്നവൻ. ഹല്ലേലൂയ. ആ സാധ്യതകൾ ഇരുട്ടാണെങ്കിൽ ഇരുട്ടിനെ ലൈറ്റാക്കാൻ വെളിച്ചമുണ്ട്, ഇരുട്ടിനെ വെട്ടമാക്കാൻ. ഇനി ജീവൻ ഇല്ലാത്തടത്താണെങ്കിൽ ജീവൻ, മരണമാണെങ്കിൽ അവിടെ ജീവൻ നൽകാൻ ആരുണ്ട്? അവന്റെ കയ്യിൽ ഇത് മൂന്നും ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. വചനം, ലൈറ്റ്, വചനം, വെളിച്ചം, ജീവൻ. ഇതിനെക്കുറിച്ചുള്ളൊരു തുടർ വെളിപ്പെടുത്തലാണ് ഈ യോഹന്നാന്റെ സുവിശേഷം. എല്ലാ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരു തുടർമാനത നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ പറയട്ടെ, ഇരുട്ടാണെങ്കിൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് അങ്ങോട്ട് പോകും. ഞാൻ അതിനകത്ത് ചിന്തിക്കുന്നത്, വെളിച്ചം വരുമ്പം ഇരുട്ടില്ലാതാകും. അതല്ലേ ശരി? ഇല്ലാതാകുക, ഇല്ലാതാകുകയാണ്. അപ്പൊ വെളിച്ചമായ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇരുട്ടില്ല. പല ഡോറുകളും ഇപ്പോഴും തുറക്കാത്തത് കൊണ്ട് ഇരുട്ട് ഒളിച്ചിരിപ്പുണ്ട്. പക്ഷെ തുറക്കാൻ തയ്യാറാണെങ്കിൽ ഇരുട്ട് ഓടും. ആമേൻ. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പക്ഷേ ഇതിന്റെ ദൂത് അകത്ത് നിന്ന് ഈ ജീവന്റെ മൊഴികൾ ഈ ശിഷ്യന്മാരുടെ അകത്തേക്ക് വെളിപ്പെട്ടപ്പോൾ അവരോട് പറയണം, ഞാൻ എന്നെ നോക്കി പറഞ്ഞ അതേ വാക്ക് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ഇവിടെ യേശു തങ്കലേക്ക് പ്രാപിച്ചെടുത്ത അല്ലെങ്കിൽ പിടിച്ചെടുത്ത സകല അധികാരത്തിന്റെയും കൈമാറ്റം പകരപ്പെട്ടതാണ് സഭ. ആമേൻ. ഞാൻ നിങ്ങളെ ഇന്ന് എൻകറേജ് ചെയ്ത് പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് എൻകറേജ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ സാധാരണക്കാരല്ല, അത് ആദ്യം അറിയണം. ഇന്നലെ ഒരു സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ വലിയ വെളിപ്പാടുള്ള ആളെന്ന്, ഞാൻ വളരെ സാധാരണക്കാരനാണ്. ഞാൻ പറഞ്ഞു, പോയി ബൈബിൾ എടുത്ത് വായിക്കുക, നീ സാധാരണക്കാരല്ല. കാരണം നിന്റെ അകത്ത് അയക്കപ്പെട്ട ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആ ആത്മാവ് സാധാരണ ആത്മാവല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഹിന്ദിയിലാണ് ഞാൻ അയച്ചത്. സാമർത്ഥ്യത്തിന്റെ ആത്മാവ്, സാമർത്ഥ്യത്തിന്റെ, ഹല്ലേലൂയ, ആത്മാവ് ഇന്ന് പകല് എന്തൊക്കെയോ ചെയ്യാൻ, ഞാൻ അച്ഛൻ പറഞ്ഞ അതേ പദം പറയാം, ചിലത് നിനക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ വേണ്ട ആത്മാവ് ഇങ്ങനെ തുടിച്ചോണ്ടിരിക്കുകയാണ്. അത് കണ്ട് മനസ്സിലാക്കാൻ തയ്യാറായ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആ വാക്ക് നിങ്ങളുടെ അകത്ത് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ അനാഥത്വങ്ങളെയും പൊളിക്കുന്ന ഒരാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ഓക്കെ, ഞാൻ വചനത്തിനകത്തേക്ക് വരിക. നിത്യജീവനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അത് ജസ്റ്റ് ഒന്ന് തൊട്ടതാണ്, ഒന്നുകൂടെ തൊട്ടിട്ട് പോകാം. അല്ലെങ്കിൽ ഇതിനകത്തൊരു പൂർണ്ണത ഉണ്ടാകത്തില്ല അവസാനം വരുമ്പോൾ. നിത്യതയല്ല വിഷയം, നിത്യതയല്ല വിഷയം, നിത്യജീവനാണ്. സഹോദരാ വെച്ചാൽ നിത്യജീവനാണ് വിഷയം. എന്താണ്? ഇവിടെ എല്ലാവരും ഇപ്പം നിത്യതയിൽ പോകണമെന്നാണ് പറയുന്നത്. അതിനകത്ത് രണ്ട് പൊസിഷനുണ്ട്, രണ്ട് സ്ഥലമുണ്ട്. ഈ നിത്യജീവൻ ഇനി തുടങ്ങാൻ പോവുമല്ല, ഓൾറെഡി തുടങ്ങി. ഓൾറെഡി ഒന്നുകൂടെ പറഞ്ഞു, ഓൾറെഡി തുടങ്ങി. നിത്യജീവൻ തുടങ്ങി. ഈ ജീവന്റെ പ്രതാപം നമ്മളെ തോപ്പിച്ച സാത്താനെ, അല്ലെങ്കിൽ ആദമിനെ തോപ്പിച്ച സാത്താന്റെ മുമ്പിൽ ഒന്ന് ഷോ ചെയ്യാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആമേൻ. വേണ്ട എന്ന് വെച്ച് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ചേരാം. അവിടെ ഒരു നല്ല സ്ഥലമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ജീവിച്ചിരുന്ന് എന്തെങ്കിലും തെളിയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തോ ചെയ്യും, തെളിയിക്കാൻ പോവാ.
ഓ, അങ്ങനെയുള്ളവരാണ് ഇവിടെ വേണ്ടത്. തലയ്ക്കകത്തോട്ട് കീറുന്നവർക്കായി സ്തോത്രം. ഈ കാലഘട്ടം നിന്നെ ഇത് വചനം പറഞ്ഞ, ഞാൻ ഈ വാക്കെല്ലാം പറഞ്ഞ യേശുക്രിസ്തു പറയുന്ന ഭാഗം പൗലോസ് അപ്പോസ്തലന്മാർ ഏറ്റു പറഞ്ഞൊരു പദമുണ്ട്. സകലത്തെയും യേശുക്രിസ്തു കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറ. സകലത്തെയും പെടുത്താതെ ഒന്നിനെയും വിട്ടിട്ടില്ല. ആ വാക്കിനൊക്കെ ആമേൻ പറയുന്നതിനായി സ്തോത്രം. ജോഷിയ പറഞ്ഞ കീഴ്പ്പെടുത്താതെ അവനൊരു രോഗത്തെയും വിട്ടിട്ടില്ല. എന്താണ് അച്ഛാ കേട്ടോ? അവിടെ നിന്ന് കേൾക്കാവോ പറയുന്നേ? അവൻ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ചിലത് ഇപ്പോൾ കീഴ്പ്പെട്ടതായി തോന്നുന്നില്ല. എന്തിനു വേണ്ടി? മിച്ചം വെച്ചിരിക്കുക സഭയ്ക്ക്. മിച്ചം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഉണർവ്, ഈ ഒരു വേടയ്ക്ക് എൻ്റെ അകത്തേക്ക് കയറിയ സമയത്ത് ഞാനിങ്ങനെ കാലെടുത്തിങ്ങനെ ചവിട്ടി ചവിട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കൊച്ചിനിട്ടൊരു ചവിട്ടും കൊടുത്തിട്ടുണ്ട്. ആമേൻ ആമേൻ. ഈ അന്ന് എന്നാന്നറിയാവോ, ഒരുപാട് അപകടങ്ങൾ, എല്ലാ ദിവസവും ബൈക്ക് അപകടങ്ങൾ. ഞാൻ ബൈക്ക് എടുത്താലേ അപകടം, ലാസ്റ്റ് അത് എടുക്കാൻ മേലാത്ത രീതിയിൽ പ്രശ്നമായി. ഇത് വീട്ടിൽ വെച്ചിട്ട് പോയപ്പം ബസ് അപകടം ഉണ്ടായി. എൻ്റെ അടുത്ത് എൻ്റെ ഒരു അങ്കിള് വന്നിട്ട് പറയണം, നിന്നോട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈക്ക് എടുത്ത് മര്യാദയ്ക്ക് ഓടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ബൈക്കേരല്ല, ബസ്സിൻ്റെ ഏറ്റവും പുറകി, ഏറ്റവും അവസാനത്തെ സീറ്റ്, നന്നായി പിടിച്ചിട്ടിരുന്നത്. എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയതാണ്. ആ വളവെങ്കിൽ ഒരു സ്കോർപ്പിയോ ആയിട്ട് ഇടിച്ചു. ഞാനിങ്ങനെ പറയുന്നതിലും എൻ്റെ 3 വർഷമാണ് പോയെ. മുക്കിൻ്റെ പാലങ്ങ് തകർന്നു പോയി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വചനങ്ങൾ എൻ്റെ അകത്തേക്ക് നിറയാൻ തുടങ്ങി. ഈ വചനങ്ങൾ എൻ്റെ ആരോഗ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം അകത്ത് കയറി കഴിഞ്ഞിട്ട് ഞാൻ മറിക്കാൻ ശ്രമിച്ചിട്ട് ബൈക്ക് മറിഞ്ഞിട്ടില്ല. ജീവിത പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എൻ്റെ സാക്ഷിയൊന്നും കേട്ടിട്ടില്ല സത്യത്തിൽ. ജീവിത പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ കയറിയപ്പോൾ പിടിച്ചു നിൽക്കാതെ കൈവിട്ട് വണ്ടി ഓടിച്ചിട്ട് എങ്ങും പോയി ഇടിച്ചിട്ടില്ല. കാരണം ദൂതം കൂടെ ഉണ്ടായിരുന്നു. കാര്യം ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ വെളിപ്പാട് അകത്ത് കയറുന്നവരോട് ഞാൻ ആത്മാവിൽ പറഞ്ഞു തരാം, ഹല്ലേലൂയ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്നോട് പരിശുദ്ധാത്മ ഒരു കാര്യം ചെയ്തു, വെയിറ്റ് ചെയ്ത് മോശെ നിനക്ക് വേണ്ടി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ജനത്തിൻ്റെ കഷ്ടത കണ്ട് അതിൻ്റെ മുമ്പിൽ മോശെ വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു പ്രീ അപ്പോയിന്റ്മെന്റ് മറ്റൊരാളെ നടത്താതെ ദൈവം നിന്നെ പ്രതീക്ഷിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം നിന്നിലൂടെ അത് തുറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നിന്നിലൂടെ അത് ആവിഷ്കരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നിന്നിലൂടെ അത് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഒരു ലൈഫ് സ്റ്റൈല് ദൈവം നമുക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ്. ഈ ലൈഫ് നമ്മുടെ അകത്ത് തുടങ്ങി. എന്താണ്? അടുത്തിരിക്കുന്ന ആളോടൊന്ന് നോക്കിയിട്ട് പറ, തുടങ്ങി. തൊടാൻ സമയമില്ല, അതുകൊണ്ടാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. തുടങ്ങി. ആമേൻ. മഴയാണ്, വീടിന് മുറ്റത്തിറങ്ങാൻ പറ്റുന്നില്ല പാസ്റ്റർ, അത്രത്തോളം പ്രശ്നം. നോ, അത് തുടങ്ങി. ഈ തുടക്കം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ തുടക്കത്തെക്കുറിച്ചാണ് ജോർച്ചാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ കാലഘട്ടത്തിൽ അകത്തെ മനുഷ്യനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നോട് സംസാരിച്ച കുഞ്ഞുങ്ങളോട് ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചതാണ്, നിന്റെ അകത്തെ മനുഷ്യന് ഇപ്പം എത്ര വയസ്സുണ്ട്? നിന്റെ അകത്തെ മനുഷ്യന്, നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങളുടെ അകത്തെ മനുഷ്യന് ഇപ്പം എത്ര വയസ്സുണ്ട്? തന്നെത്തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രായമായോ? തന്നെത്താനെ ചോറെടുത്ത് കഴിക്കാനുള്ള പ്രാപ്തിയായോ? ആയോ? ഓക്കെ. എല്ലാവരും വിചാരിക്കുന്നത് ഈ ആത്മീയത എന്ന് പറയുന്നത് ഈ വചനം ചർച്ചയിൽ വന്ന് ആരാധിക്കുക. നോ, ഇതൊക്കെ ഒരാൾക്ക് കൊടുക്കുന്ന കോച്ചിങ് മാത്രമാണ്. എന്താണ്? അകത്ത് കിടക്കുന്ന മനുഷ്യൻ, അകത്ത് കിടക്കുന്ന ക്രിസ്തുവിൽ ഉരുവായ മനുഷ്യനെ വളർത്തുന്നതിൻ്റെ പിന്നിലുള്ള സപ്പോർട്ടിങ് അനുഭവങ്ങൾ മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. എത്രത്തോളം വളർത്തുന്നുവോ അത്രത്തോളം നീ വലുതായിരിക്കും. മനസ്സിലാകുന്നില്ല? അത്രത്തോളം നീ വലുതായിരിക്കും.
മനസ്സിലായില്ല. ആമേൻ. എത്രത്തോളം നിങ്ങൾ മൊത്തം ശ്രമിക്കുന്ന ഈ പുറത്തെ മനുഷ്യൻ എഡ്യൂക്കേഷൻ അല്ലേ, 15 വർഷം, അതിനുശേഷം ഒരു 5 വർഷം, അതിനുശേഷം ഒരു 2 വർഷം, പിന്നെ പ്രാക്ടീസ്, അതെല്ലാം കൂടെ ഏതാ പുറത്തെ മനുഷ്യന് കൊടുക്കുകയാണ്. അതൊരു 3 വർഷം മര്യാദയ്ക്ക് കൊടുത്താൽ നീ ആള് മാറിപ്പോവും. അകത്തെ മനുഷ്യന് കൊടുത്താൽ, 3 മനുഷ്യന് കൊടുത്താൽ. ഈ കഴിഞ്ഞ ദിവസം നാലുമട്ടി, എൻ്റെ കൂടെ അന്ന് രൂപൻ ഉണ്ടായിരുന്നു. നാലുമാവട്ടിയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടാണ് അവർക്ക് 3 വർഷത്തേക്ക് ഫോണില്ല. ഫോണ് വേണ്ട, അവർക്ക് ഫോണ് വേണ്ട, അവർക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരുടെ സംസാരം ഇല്ല. ഒരേ ഒരു പരിപാടി, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുക. ഒരാഴ്ചയൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സുവിശേഷീകരണത്തിന് പറഞ്ഞു വിട്ടുക. പാസ്റ്റർമാർ വന്ന് നോക്കി നിൽക്കത്തേ ഉള്ളൂ. പിള്ളേർ കയറി ഭൂതങ്ങളെയൊക്കെ അഴിച്ചു വിടുക. അവന്മാർ ചെല്ലുമ്പോൾ തന്നെ ദേശങ്ങളിലെ ഭൂതങ്ങൾ ഇളകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ പുള്ളി ഒരു ജനകീയനായ മനുഷ്യനാണ്. ആ ദേശം മുഴുവൻ വെള്ളം വിതരണം ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, അദ്ദേഹമാണ്. നാലുമാവട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്. ആ സ്ഥലത്ത് ചെല്ലാൻ നേരത്ത് ആമേൻ ഹല്ലേലൂയ, ആ പിള്ളേരെ ആഴ്ചയിൽ ഒരിക്കലും ഇറക്കി വിടും. പോകുന്ന വഴിക്ക് ഹല്ലേലൂയ വെള്ളം അവർക്ക് റേഷൻ കാർഡ് പോലൊരു കാർഡുണ്ട്. ആ കാർഡ് കൊടുത്ത് എല്ലാവരുടെ വീട്ടിലും വെള്ളം കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേർ വെറുതെ ഇറങ്ങി അതുവഴി നടക്കുമ്പോൾ തന്നെ ഓരോ വീട്ടിൽ വെള്ളം എടുക്കാൻ വന്ന അമ്മച്ചിമാര് വെള്ളം എടുക്കാൻ വന്ന, പക്ഷെ ഭൂതം പോയ വീട്ടിൽ പോകുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അകത്തെ മനുഷ്യനെ ശക്തിയോടെ വളർത്താൻ താല്പര്യമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ആള് മാറ്റുന്നത് ഈ അകത്തെ മനുഷ്യനാണ്. ഓക്കെ, ഞാൻ ഈ ഭാഗം എല്ലാം മാറ്റി നേരെ വചനത്തിലേക്ക് വരിക. 2 വാക്കാണ് നമ്മൾ വായിച്ചത്. പുത്രനെ വിശ്വസിക്കുക, പുത്രൻ ഇങ്ങനെ ഞാൻ അതിനകത്ത് നിർത്താം. എനിക്ക് ഈ ആഴ്ച തീരത്തില്ല, ഇതിന്റെ ബാക്കി കേൾക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച സഹായിക്കും. അപ്പം ഈ പുത്രനെ ഒന്ന് പറഞ്ഞ പുത്രനെ വിശ്വസിക്കുക. അതകത്ത് കയറട്ടെ. പുത്രനെ വിശ്വസിക്കുക, പുത്രനെ അനുസരിക്കുക. ഓക്കെ, ഞാൻ ഇത്ര നേരം പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നു. പുത്രൻ അനാഥനായിരുന്നില്ല, പുത്രനൊരു പിതാവുണ്ടായിരുന്നു. പുത്രനും ഭൂമിയിൽ മനുഷ്യന്റെ സാക്ഷി ആവശ്യമില്ലായിരുന്നു. മനസ്സിലായല്ലോ? എനിക്ക് മൊത്തം കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായി. പുത്രന് ഭൂമിയിൽ മനുഷ്യന്റെ സാക്ഷി ആവശ്യമില്ല. അതെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ എഴുതി ചെയ്യുന്ന മൊത്തം ഈ പുത്രനെ യോഹന്നാൻ സ്നാപകൻ 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നിന്ന് സാക്ഷ്യപ്പെടുത്തുക. ഈ സാക്ഷ്യങ്ങൾ എല്ലാം കഴിഞ്ഞപ്പം യേശുക്രിസ്തു പറയാണ്, എനിക്ക് മനുഷ്യന്റെ സാക്ഷി ആവശ്യം. എനിക്ക് കാരണം എന്നെ സാക്ഷ്യപ്പെടുത്താൻ ഒരുവർക്ക് നിങ്ങൾ എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ആ വാക്ക് ടെസ്റ്റിമണി എന്നോ സാക്ഷ്യം എന്ന വാക്കൊന്നല്ല, നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ, നിങ്ങൾ എന്നെ വെളിപ്പെടുത്തിയിട്ടോ, നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയിട്ടോ ഈ കാര്യം നടക്കുന്നില്ല. എന്നെ വെളിപ്പെടുത്തേണ്ടത്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്നെ നിങ്ങൾ റിവീൽ ചെയ്യേണ്ടത് പിതാവായ ഇപ്പൊ കണ്ടു പോയത് ഈ പിതാവായ ദൈവം പുത്രനായ കർത്താവിനെ കൃത്യസമയത്ത് തന്നെ വെളിപ്പെടുത്തി. പദം ഇപ്പൊ കൊണ്ടുവന്നതിന്റെ കാര്യം, അതിന് ദൈവം ആഗ്രഹിക്കുന്നു സമയം ലേറ്റ് ആയല്ല, സമയത്തിന് മുമ്പല്ല, നിന്നെ പുത്രത്വത്തിന്റെ പദവിക്കകത്ത് പദത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ അനാഥനല്ല. ഹല്ലേലൂയ. ആരോ പറഞ്ഞിട്ട് ദൂതന്റെ ആശയത്തെ എടുത്ത് നിങ്ങളെ പറയല്ല. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച, എന്നെ വെളിപ്പെടുത്തി തന്ന വചനത്തിന്റെ വെളിപ്പാടായി കാണുന്നത്, നീ അനാഥനാകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു പിതാവുണ്ട്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂതനെ സ്വീകരിക്കുന്നവരുടെ ലൈഫിനകത്ത് അനാഥത്വത്തിന്റെ സ്പിരിറ്റ് കൊണ്ടു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന അനാഥത്വത്തിന്റെ ഭീരുത്വങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ ഭവനത്തിൽ നിൽക്കുന്ന സകല പ്രേരിപ്പിക്കുന്ന അവസ്ഥയെ മാറ്റാൻ നിന്നെ പരിചയപ്പെടുത്തിയ ഒരു പിതാവുണ്ട്. പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, നീ മനുഷ്യനെ നോക്കി ഭയപ്പെടരുത്.
ഹല്ലേലൂയ. ഞാൻ ഇന്ന് എന്റെ അകത്ത് നിറയുന്ന ഞാൻ എഴുതി വെക്കാത്തവൻ ചിന്തിക്കാത്തവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെള്ളം വരുന്നത് പോലെ എന്റെ അകത്ത് തുറന്നു വരിക. അത് ഞാൻ ഏതാനും കാര്യങ്ങൾ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഒരു നദി പോലെ തുറന്നു വിടാൻ ദൈവത്തിന് നിങ്ങളെ ആഗ്രഹം, മഴ പോലെ തുറന്നു വിടാൻ ദൈവം ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകരം എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവ് എന്നെ ഹല്ലേലൂയ ഒന്ന് തുറന്നു വിടണമെന്ന് ആഗ്രഹിക്കുന്നു. യേശുവിനെ എന്ന വാക്കല്ല അവിടെ കൊടുത്തിരിക്കുന്നതാണോ? പുത്രനെ എന്ന വാക്കാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് എന്ന പദം വായിക്കുന്നത് കർത്താവ് എന്ന് തന്നെ വായിക്കും. മാർക്ക് വായിക്കുന്ന അർത്ഥം യേശു വായിക്കും. യേശു എന്ന് വായിക്കുമ്പോ യേശു തന്നെ എന്ന് വായിക്കണം. യഹോവ എന്ന് പറയുമ്പോൾ യഹോവ തന്നെ എന്ന് ചിന്തിക്കണം. പുത്രൻ എന്ന് പറയുമ്പോൾ പുത്രൻ എന്ന് തന്നെ ചിന്തിക്കണം. പിതാവ് പുത്രനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ യേശു ഭൂമിയിൽ അനാഥനാണ്. ഞാൻ എന്തിനിങ്ങനെ പറയുന്നു? കഴിഞ്ഞ ആഴ്ചത്തെ കൺസെപ്ഷനാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് പിതാവായ ദൈവം എങ്ങനെയാണോ പുത്രനെ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ പുത്രനായ കർത്താവ് നമ്മളെ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തു. ഈ എങ്ങനെയാണോ പിതാവായ ദൈവം പുത്രന്റെ കൂടെ നിന്നത് അങ്ങനെ തന്നെ. അപ്പൊ അതെങ്ങനെയാണ്? പുത്രനിൽ എന്താത്മാവ് അയച്ച അതേ ആത്മാവ്. പുത്രന്റെ മേൽ ദൈവം അയച്ച ഏതാത്മാവാണോ അതേ ആത്മാവ്. രൂപത്തിലോ ഭാവത്തിലോ ഒരു വ്യത്യാസമില്ലാതെ ആ ആത്മാവ് നിങ്ങളെ അകത്തുണ്ട്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ സകല ആധിപത്യങ്ങളെയും സകല അനാഥത്വങ്ങളെയും മാറ്റാൻ പുത്രത്വത്തിൽ ആത്മാവ് നിങ്ങളെ അകത്തുണ്ട്. ജനങ്ങളുടെ അകത്ത് നിവർത്തീകരിക്കപ്പെടട്ടെ. ചൂടുണ്ട്. പക്ഷേ ഇന്ന് പകലിനെ കേട്ടതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് അസാധാരണത്തിലുള്ള തുറന്നു വരവിന് വേണ്ടി ഈ ആശയത്തെ സ്വീകരിക്കണം. പുത്രൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് തിരിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ പദം ഞാൻ പറയാം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രൻ മൂന്ന് വ്യക്തികളാണ്, മൂന്ന് അവസ്ഥകളല്ല, മൂന്ന് വ്യക്തികളാണ്. നമ്മൾ ഈ വ്യക്തികൾ എന്ന് മനസ്സിലാകാത്തവരാണോ? ഈ ജഡവും രക്തവും പിടിച്ചിട്ടാണ്. ദൈവരാജ്യത്തിൽ മഹംസ രക്തങ്ങൾക്ക് അവകാശമില്ല. ഈ രക്തം ജഡമായിട്ടും നമ്മോട് പോകത്തില്ല. അപ്പം നമ്മൾക്ക് അങ്ങനെയൊന്നില്ല. എങ്കിലും ആത്മാവാകുന്ന ദൈവത്തിന് തമ്മിൽ ചേരാനോ തമ്മിൽ വേർപെട്ട് നിൽക്കുന്നതിന് ഒരു തടസ്സമില്ല. അല്ലാതെ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ അറിയാവോ? പറയാം. എന്റെ വിഷയം ഈ പുത്രത്വത്തിന്റെ അനുസരണം, വിശ്വാസം, അറിയുക എന്ന വാക്കാണ്. നിത്യജീവന്റെ തുടക്കങ്ങൾ അതിനകത്ത് നടത്താറും. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മക്കളെന്ന സഭയെ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തപ്പോൾ ദൈവം തന്റെ അകത്ത് എന്ത് സ്നേഹമാണോ, തങ്ങളിലുള്ള എന്ത് സ്നേഹമാണോ അതാണ് ആ പങ്കെടുത്തിട്ടുള്ളത്. അഥവാ പിതാവ് പുത്രനോടുള്ള, പുത്രൻ പിതാവിനോടുള്ള അതേ ബന്ധത്തിനകത്തേക്കാണ് ആരെ കൊണ്ടുവന്നിരിക്കുന്നത്? ചിന്തിക്കരുത്. ആ ബന്ധത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നുള്ള സത്യം അതേ സമയം നിങ്ങൾ നമ്മുടെ ഉള്ളിൽ അതേ ബന്ധമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു അഭിഷേക പ്രസംഗം ഞാൻ കേട്ടു. അതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് ഞാൻ പറയാം, സഭാരാധന ദൈവത്തെ നോക്കാൻ വേണ്ടി, ദൈവത്തെ കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. സഭാരാധന സഭ
കർത്താവിന്റെ ബോഡികൾ തമ്മിൽ ഒരുമിച്ച് ചേരാൻ നമ്മൾ സാധിക്കും. മനസ്സിലാകുന്ന ബോഡി, സഭയുടെ അംഗങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള എന്തിനാ? ഒരു പൂർണ്ണത വെളിപ്പെടുത്താം. ഈ സ്ഥലത്ത് എന്തോ ഒരു പൂർണ്ണത വെളിപ്പെടാൻ വേണ്ടി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ക്രിസ്തുവിന്റെ ബോഡിയുടെ പൂർണ്ണത വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായി കൂടി വരുന്നത്. അതേസമയം തന്നെ നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് എവിടെയും കൊണ്ടെത്തിക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു യോജിപ്പ് നടക്കണം, ഒരു ബന്ധം ഉണ്ടാകണം. എവിടെ ഉണ്ടാകണം? പറയാം, നിങ്ങൾ 10 പേര് അനുവദിക്കാൻ നേരാണെങ്കിൽ ഇറങ്ങിയിരിക്കുന്നതിന്റെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എന്റെ ആശയം അതല്ല. പലപ്പോഴായി നിങ്ങൾ പെട്ടുപോകുന്ന ചില അടിമത്ത സ്വഭാവങ്ങളിൽ നിന്ന് പോകും. അവ ഒരുമിച്ച് ജയിക്കാൻ വേണ്ടിയാണ് അവ ഒരുമിച്ച് നിർത്തി. ഒരു സ്ഥലത്ത് നിർബന്ധിച്ചിട്ട് പറയും, ഒരു സ്ഥലത്ത് പർട്ടിക്കുലറായ ഒരു ടൈം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വഴി തുറക്കും. ഒരു വഴി എവിടെ നിന്ന്? ഞാൻ വരത്തില്ല. വഴി തുറക്കുന്നത് സ്വർഗത്തിൽ നിന്ന്, ആത്മമണ്ഡലത്തിൽ നിന്ന് ഒരു പേരുണ്ട്. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കണമെന്ന് തലനായി പറഞ്ഞ നിർബന്ധിതമായ ഒരു പ്രാർത്ഥന ശീലമാക്കിയതിനെ കുറിച്ച് ഞാൻ സമയം പറയും. 3 മാസം നിങ്ങൾ അടുപ്പിച്ച് പ്രാർത്ഥിച്ചോ, ഇത് വെറുതെ അവിടെ കൊടുത്ത് കൈ എടുത്താൽ മതി, അവിടെ പ്രസക്തി ഉണ്ടാവും. അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങളുടെ വീടുകളിൽ എല്ലാ റൂമിലും ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനെ ഒരു അന്തരീക്ഷം എല്ലാ സൺഡേയിലും 10 മുതൽ 1 വരെ ഇവിടെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഇതിനകത്തേക്ക് കയറി വരുന്നവരെ തന്നെ ശക്തിയോട് പറയുന്നു, നിങ്ങൾ അനുവദിക്കും, മനസ്സിലാകുന്നവർ. നിങ്ങൾ കൂടി വന്നത് എന്തിനാണെന്നതിനെ കുറിച്ചുള്ള ദൈവീയ ബോധത്തിനകത്തേക്ക് നിങ്ങൾ റീസെറ്റ് ചെയ്യും. അങ്ങനെ കയറി ചെന്നാൽ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ദൈവ സ്വഭാവങ്ങൾ വെളിപ്പെടുമ്പോൾ ദൈവം ഇറങ്ങി നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേസിൽ വേറെ ആൾ വരത്തില്ല, നിങ്ങൾ തന്നെ ചില റോളുകൾ അണഞ്ഞിരിക്കുക, ചില റോളുകൾ, ആ റോളുകൾ കിടത്തി കൃത്യമായിട്ട് നിങ്ങൾ വളർന്നു കയറണം. നിങ്ങൾ ശബ്ദിക്കാൻ തുടങ്ങുന്നിടത്താണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. നിങ്ങൾ മൗനമായിരുന്നാൽ ചിലത് അടയ്ക്കപ്പെട്ട ആത്മാവിനാൽ അടയ്ക്കപ്പെട്ട അനാഥത്തിന്റെ ആത്മാവിനാൽ വിട്ടുപോകും. അങ്ങനെ ഒരു അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്ത ഞാൻ പറയാം, അബ്രഹാമിന് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. തനിക്ക് പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തുമല്ല, ദൈവം പറയുന്ന സ്ഥലങ്ങളിൽ താൻ യാഗം കഴിക്കുമായിരുന്നു. അബ്രഹാമിന്റെ ആ ശീലമാണ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് അനുസരണം കണ്ട് ഓടിക്കരുത്. സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി തന്നെ ഇറങ്ങി വന്നതല്ല, അപ്പനായ അബ്രഹാമുമായുള്ള ദൈവീയ ബന്ധമാണ്. സാധാരണക്കാരൻ മനസ്സിലാകത്തില്ല, ആരോഗ്യക്കാരൻ ഒന്നും കിട്ടത്തില്ല, വചനം നന്നായിട്ട് പഠിക്കുന്നവരെ കിട്ടത്തുള്ളൂ.
അബ്രഹാമുമായുള്ള ഒരു ബന്ധം ദൈവം പുതുക്കിയതിന് ഒരു തുടർമാനം ഇട്ടിരിക്കുക. ഹോരേബിനെ ദൈവത്തിന്റെ പർവ്വതം എന്ന് വിളിക്കുന്നതിന് ഇപ്പോഴും വിളിക്കുന്ന കാര്യം ഒരിക്കൽ ഇറങ്ങിയ സാന്നിധ്യത്തിന് ഒരു കുടമാണ് കൊടുക്കാൻ കഴിഞ്ഞാൽ പിടിച്ചെത്താൻ പറ്റാത്ത രീതി ഇനി അടുത്തത് പറയുന്ന അവസാനം മനസ്സിലാവുള്ളൂ ഞാൻ എന്ന റിവേഴ്സ് ഓർഡറില്ല. ഇതുപോലെ തന്നെയാണ് നീ ഏതെങ്കിലും സാധാരണമായ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ അവിടുന്ന് റൂട്ട് എങ്ങോട്ടുണ്ടാവും? അത് രോഗമായിട്ടാകാം, ശാപമായിട്ടാകാം. ആ റൂട്ട് കൃത്യമാണ്. ആ റൂട്ടിനെ പൊളിക്കാനുള്ള ഒരു അഭിഷേകമാണ്. മനസ്സിലായത്? അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുമായിട്ട് തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ റൂട്ട്, ചില കുഞ്ഞുങ്ങളില്ലാത്തതിനെ പറ്റിയ കാര്യം, ചില റൂട്ടുകൾക്ക് ഞാൻ കുളവലങ്ങാട് ഒരു സ്ഥലം സന്ദർശിക്കാൻ ഓർക്കുന്നുണ്ട്. ഒരു മന്ത്രവാദിയാണ്. പുള്ളിയുടെ സ്ഥിരം പരിപാടി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അഥവാ ആരെയും വന്ന് അവരെ സമീപിച്ചാൽ ആ കുഞ്ഞുങ്ങളെ മന്ത്രവൃത്തിയാണെന്ന് പറയുന്ന ഒരു ആഭിചാരം ചെയ്യും. കഴിവില്ലാതാക്കുവാൻ പുള്ളി ഭയങ്കര സാമർഥ്യമുള്ളവരായിരുന്നു. പുള്ളിയുടെ അടുത്ത തലമുറകൾ മുതൽ 4 ആൺമക്കൾ 4 പേർ ഇല്ലേ പുള്ളി തുടങ്ങുന്നു. ആ റൂട്ടിലൂടെ തിരിച്ചടി ഞാൻ ഇന്ന് ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടു. മനസ്സിലാകുന്നില്ല. ചില സമ്പത്ത് ഒഴുകാത്തതിന്റെ പിന്നിലെ കാര്യം, ചില നന്മ കയറാത്തതിന്റെ കാര്യം, ചില ജോലികൾ നിനക്ക് കിട്ടാത്തതിന്റെ കാര്യം, ചില സന്തോഷം നിത്യാകത്ത് വെളിപ്പെടാത്തതിന്റെ കാര്യം, ദൈവീയ അനുഭവങ്ങളിലേക്ക് കൃത്യമായി കണക്റ്റാകാത്തതിന്റെ കാര്യം, നിനക്ക് ദൈവത്തോട് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഏതെങ്കിലും റൂട്ടുകൾ കടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നീ അഴിക്കുന്നത് അഴിക്കാൻ പ്രാപ്തിയുള്ള ഒരു കർത്താവിനെ കൊണ്ട് സകലതും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അവനാൽ വെളിപ്പെട്ട് നിൽക്കുന്ന സഭയുടെ മേൽ സകല അതോറിറ്റികൾ വെളിപ്പെട്ട് നിൽക്കുക. നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് തമിഴ് നടക്കും. ആമേൻ ആമേൻ. പലരും ജോലി ചെയ്യുന്നത് വീട്ടിൽ നന്മ വരുന്നില്ല. നിന്റെ പോക്കറ്റ് കീറിയതുപോലെ, നിന്റെ അക്കൗണ്ട് കീറിയതുപോലെ ഒഴുകിയിറങ്ങുന്ന നന്മ എങ്ങോട്ടേക്ക് ഒഴുകിപ്പോകുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് ബ്രേക്ക് ചെയ്യാൻ. അതിങ്ങനെ ഞായറാഴ്ച ആരാധിച്ചത് കൊണ്ട് മാറത്തില്ല, മറിച്ച് നിനക്ക് ദൈവവുമായുള്ള പുത്രത്വത്തിൽ ബന്ധം ഉണ്ടായിരിക്കും. അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. കാര്യം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സകല നന്മകളും തുറന്നിട്ടിരിക്കുക. പക്ഷെ അതിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളിലേക്ക് തുടങ്ങിയ അത്തര അനുഭവങ്ങളെ ബ്രേക്ക് ചെയ്യുക. ആ ഒരു സാധ്യത നിങ്ങളുടെ അകത്തേക്ക് തുറക്കുക. അങ്ങനെ ലാഷയുടെ അകത്തേക്ക് നിങ്ങൾ കയറുകയാണ്. കാരണം നിങ്ങൾ അനാഥനല്ല, അനാഥനായിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ തേടിയെത്തി ഒരു കഥാവ് അവരോടൊക്കെ അവർ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ തുടങ്ങിയത്, യേശു ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെയാ ഭൂമിയിൽ ഉരുവായത്? യോസഫിനാണോ ഉരുവായത്? അല്ല, പിന്നെ പരിശുദ്ധാത്മാവിനാണ്. അവൻ പരിശുദ്ധാത്മാവിനാണ് ഉരുവായത്. എങ്ങനെയാണോ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, അങ്ങനെ തന്നെ അവരിലൂടെ പുറത്തു വരുന്ന പുത്രത്വത്തിന്റെ ആത്മാക്കളെ, പുത്രത്വത്തിന്റെ അവകാശികളെ അങ്ങനെ തന്നെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിൽ ഉരുവായ യേശു
ഒരു സമയം വരെ കാത്തിരുന്നു. ഒരു സമയം വരെ ഒരു വളർച്ചയുടെ കാലഘട്ടമുണ്ട്. ഒരു വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ചാപിള്ളയായി വളരരുത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മന്ദബുദ്ധികളായി വളരരുത്. ഈ കാലഘട്ടത്തിൽ അറിവില്ലായ്മയുടെ പാതയിൽ വളരരുത്. ഈ കാലഘട്ടത്തിൽ തിരിച്ചറിവില്ലാതെ വളരരുത്. ഈ കാലഘട്ടത്തിൽ എത്രത്തോളം അറിവുണ്ടാകാമോ അത്രത്തോളം അറിവില്ല വളരണം. ഞാൻ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് യേശു ഭൂമിയിൽ വന്ന കാര്യത്തെ കുറിച്ചല്ല. യേശു ഭൂമിയിൽ വന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഉണ്ടാകേണ്ടത് നിങ്ങളുടെ അകത്ത് വന്ന യേശുവിനെ കുറിച്ചാണ്. ആമേൻ, ആമേൻ. ഇതിനൊരു കാലവരിധി വെച്ചിരിക്കുന്നു, ഒരു വളർച്ചയുടെ. ആമേൻ. ഈ വളർച്ചയുടെ ഘട്ടത്തിൽ തന്റെ 30-ാമത്തെ വയസ്സിൽ ദൈവം, പിതാവായ ദൈവം പുത്രനായ കർത്താവിനെ വെളിപ്പെടുത്തി. ആമേൻ, ആമേൻ. ഈ വളർച്ചയുടെ ഘട്ടത്തിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ അറിയണം. അതൊന്നും അറിയില്ല. പലർക്ക് വിശ്വാസിയാണെന്നറിയാം, യേശുവിനെ സ്വീകരിച്ചതാണെന്നറിയാം, സ്നാനപ്പെട്ടതാണെന്നറിയാം, ബൈബിൾ ഉണ്ടെന്നറിയാം, മിറക്കിൾ ഹാർവെസ്റ്റിലെ വിശ്വാസിയാണെന്നറിയാം, ഇതെല്ലാം അറിയാം. പക്ഷേ എന്റെ അകത്ത് ക്രിസ്തുവിനൊരു മനുഷ്യൻ ഉരുവായതിനെ കുറിച്ച് മനസ്സ് അറിയില്ല. ഞാനിപ്പോ പ്രസംഗിക്കുന്നത് നിങ്ങളിൽ നേരത്തെ വന്ന പരിശുദ്ധാത്മാവ് എന്ന അകത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചർച്ചയിലെ മെമ്പറാണെന്നറിയാം, അറിയാമോ? മെമ്പറാണെന്നറിയാം, മെമ്പറാണെന്നറിയാം, നിങ്ങൾ സ്നാനപ്പെട്ടതാണെന്നറിയാം. പക്ഷെ നിങ്ങളുടെ അകത്ത് ഒരു ക്രിസ്തുവിനെ ഒരു മനുഷ്യനുണ്ടായെന്ന് അല്ലെങ്കിൽ ആ അറിവിലൊത്തവണ്ണം എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? എത്ര പേര് രാവിലെ ആഹാരം കൊടുക്കുന്നുണ്ട്? എത്ര പേര് അതിന്റെ വളർച്ചയെ പരിപാലിക്കുന്നുണ്ട്? എനിക്കറിയാം, സനീഷിന് 2 മക്കളുണ്ട്. അവന്റെ ജോലി നല്ല രീതിയിൽ ജോലി ചെയ്ത കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഇവിടെ മക്കളുള്ളവരല്ല, അങ്ങനെയാണ്, കാരണം അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ അകത്ത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, അറിയുമല്ലോ. എനിക്ക് വളർത്തുന്ന കാര്യം എഴുതി തരാനേ പറ്റുള്ളൂ. എത്ര പേര് സീരിയസ് അല്ല? ഇവിടെയാണ് ഈ 2 പദത്തിന്റെ വാക്ക്. പുത്രനെ വിശ്വസിക്കുക, പുത്രനെ. ആ 2ാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ആ ജീവനെ കാണുന്നില്ല. ഇവിടെ ഞാൻ പറയാം, പുത്രനെ വിശ്വസിക്കുന്നവന് ചിലരൊക്കെ പറഞ്ഞ മനസ്സിലാക്കി. പുത്രനിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവന് നിത്യജീവനുണ്ട്. അവൻ പുത്രനിൽ അനുസരിക്കാതിരുന്നാൽ അവൻ ആ ജീവനെ കാണുന്നില്ല. നിങ്ങൾ അകത്ത് കിടക്കുന്ന അകത്തെ മനുഷ്യനെ നോക്കാൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒരിക്കലും പ്രസംഗിച്ച് അവയിൽ പറഞ്ഞു നിർത്താം. കർത്താവ് പ്രാർത്ഥിക്കാതെ പറഞ്ഞ കാര്യം, പ്രാർത്ഥിക്കാതെ പറഞ്ഞ കാര്യം, ഈ വാക്ക് കേട്ടിട്ടേ പോകണല്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുക. ആരോടാ? ദൈവത്തോട് അല്ലെ? ആരോടും? പിതാവിനോട് പ്രാർത്ഥിക്കണം. അവയിൽ കടന്ന് ആരോടാ? പിതാവിനോട്. ആരാ പ്രാർത്ഥിക്കുന്നത്? മക്കള് പോകണം. ആര് പോകണം? അപ്പൊ അവിടെ ചെല്ലേണ്ടത് വിശ്വാസിയായിട്ട് ചെല്ലരുത്, നിങ്ങൾ മക്കളായിട്ട് ചെല്ലണം. ഇപ്പൊ പിതാവിനോട് ഒരാൾക്കെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ആരാണ്? മക്കൾ. അല്ലെ? ഞാൻ വന്നത് സകലചാരോട് ചോദിക്കുക, അത് പറയണം. പാസ്റ്റർ വന്നോ അല്ലെങ്കിൽ ആ കൂടെ ചെറുക്കം വന്നേ പറയുന്നു. അല്ലെ? 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 പക്ഷെ
ഇപ്പൊ പറയാതെ പറയുന്ന അവന്റെ മോളാണ് അല്ലേ? പൊസിഷനാ എന്താണ്? പൊസിഷനാണ്. എന്താണ്? ഞാൻ വരുന്ന എന്താ പറഞ്ഞേ? പൊസിഷനാണ്. നിങ്ങൾ വരുന്നതിനെ പൊസിഷനാണ്. അപ്പൊ നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് ചെല്ലണം എങ്ങനെയാണ്? മകനായി ചെല്ലണം. എന്താണ് കാർ വേണമെന്ന് ജോലി വേണമെന്ന് പറയാനാണോ? അവിടെ പറയുന്നത് നീ ചെല്ലുമ്പോൾ തന്നെ നിന്റെ ആവശ്യങ്ങളൊക്കെ അറിയാം. അപ്പനാണവൻ, നിന്റെ അപ്പനാണവൻ എന്ന് പറയുന്നു. അപ്പനാണവൻ അനാഥത്വം കാണാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥനയുടെ ആരെങ്കിലും നിങ്ങളെ വെളിപ്പെടണം. അവിടെ നടക്കുന്ന സംഭവത്തെ ഞാൻ പറയാം. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്. 6-ാം അധ്യായം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നടക്കുന്നത് ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നീ ചോദിക്കാൻ പോകുന്ന നിന്റെ സകല ആവശ്യങ്ങൾ അറിയാവുന്ന അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന ശുശ്രൂഷ നിന്നെ യഥാർത്ഥ മകനാക്കിയ പിതാവ് അവിടെ ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് പോകുമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ കിടക്കുന്ന വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരേ പദം തന്നെ പറയാം. നീ അവിടെ ഒന്നും ചോദിക്കാതെ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നെ തന്നെ യഥാർത്ഥ മകൻ എന്ന ക്വാളിറ്റിയിലേക്ക് പുത്രനെ അറിഞ്ഞ് അനുസരിച്ച് നീ കയറി ചെന്നാൽ, ഞാനൊരു കാര്യം പറയാം, നീ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അല്ല, അവിടെ ഇരുന്ന് പ്രാപിച്ചപ്പോൾ നിന്റെ അകത്തേക്ക് മേളിൽ നിന്ന് വെളിപ്പെട്ടതിനാൽ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക കർത്താവിന് വഴി. ഞാൻ വിശ്വസിക്കുന്നു സഭ യഥാർത്ഥ പൗരുഷത്തിലേക്ക് മാറുക. ഞാൻ വിശ്വസിക്കുന്നു സഭ യഥാർത്ഥ ക്വാളിറ്റിയിലേക്ക് മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു സഭ യഥാർത്ഥ ഫ്രെയിമിലേക്ക് തിരിയുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു യഥാർത്ഥ പൂർണ്ണതയിലേക്ക് സഭയെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. മരിച്ചവനെ പോലെ ഇരിക്കാനല്ല വിളിച്ചത്, എന്റെ മോക്ക് ഞാൻ എന്റെ അനിയത്തിന്റെ കല്യാണം അവസാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക് അവള് പറഞ്ഞു. അവള് അനിയൻ എന്റെ അനിയൻ മാത്രം പറഞ്ഞു, ഞാൻ അവനെന്താണെന്ന് മനസ്സിലായില്ല. അല്പം കത്തുന്ന കുടുംബം അതവളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവൾ പറയുന്നത് ഞാൻ ഇന്ന് നിങ്ങൾ അകത്ത് വല്ല ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അതിക്കൊണ്ട് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമാണ്. എന്റെ അതേ വാക്കുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ആളുകളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഒറ്റ നോട്ടത്തിൽ നോക്കിപ്പോകും. അത്രയും ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു തിളങ്ങുന്ന ഒരു ഉപ്പ. ഞാൻ അമ്മാവിന് പറയാം, പിന്നെ അകത്തൊന്നായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വിളങ്ങാൻ പോവാന്നാണ്.
യു ബിക്കേം ഷൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ നീ ബ്രൈറ്റ് ആകാൻ പോവാന്ന് പറഞ്ഞാൽ നീ കത്തി തെളിയിക്കാൻ പോവാ. നീ പലമേൽ കത്തിച്ച് നിർത്തിയ വിളക്കാണ്. നിങ്ങൾ പലരും പ്രകാശം കാണുക തന്നെ ചെയ്യും. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ ഒരു അനുഭവത്തിലേക്ക് കയറിയാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഒരു പൂർണ്ണതയിലേക്ക് പോകാൻ പോവുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന പൂർണ്ണരായ പൗരുഷമുള്ള പൂർണ്ണത ആഗ്രഹിക്കുന്ന പുത്രന്മാർ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടം അങ്ങനെ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ പുറത്തു വരാൻ താല്പര്യമുള്ളവരുടെ പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു. നിന്റെ ലൈഫ് സാധാരണ ഒരു വിശ്വാസമായി തീർന്നു.